ജനുവരി മാസം 1 മുതൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിച്ചിരിക്കും. വർഷത്തിൽ തന്നെ ചീറ്റിപ്പോയി. പുതുവർഷത്തെ ഏറ്റവും വലിയ വഞ്ചനയും ചതിയുമാണ്. പട്ടിണിയാണോ സമ്മാനം, ഇടതന്മാരുടെ സമ്മാനം. KSRTക്ക് ലഭിച്ച ഒരു ശാപമായിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല. 22,000 തൊഴിലാളികൾക്ക് ഒരു മാസമെങ്കിലും കൃത്യമായി ശമ്പളം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. 172 കോടി രൂപയാണ് വരുമാനം. ഈ കഴിഞ്ഞ മാസം ഒരു 80 കോടി രൂപ പോലും ആവില്ല ശമ്പളം കൊടുക്കാത്താണ്, മനഃപൂർവ്വം കൊടുക്കാത്തത്. നമസ്കാരം. KSRTC ജീവനക്കാർക്ക് ഇനിയെങ്കിലും എപ്പോഴാണ് കൃത്യമായി ശമ്പളം നൽകുക എന്ന ചോദ്യമാണ് തൊഴിലാളികളെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. കാരണം ശമ്പളം ലഭിക്കാനായി നിരന്തരം സമരമുഖത്ത് എത്തിച്ചേരേണ്ട സാഹചര്യമാണ് KSRTC ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ ഉള്ളത്. എന്തായാലും ഈ ഒരു ശമ്പളം കൃത്യമായി ലഭിക്കുക, അതുകൂടാതെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSRTC ജീവനക്കാർ ഇപ്പോൾ സമരമുഖത്ത് വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് M. വിൻസെൻ്റ് MLA. ഈ KSRTCക്ക് ഒരു സുവർണ കാലഘട്ടം ഇനി ഉണ്ടാകുമോ? ഈ ശമ്പളം കിട്ടാൻ വേണ്ടി തന്നെ നിരന്തരം സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. KSRTCക്ക് ഇനി സുവർണകാലം ഉണ്ടാകണമെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലേ KSRTCക്ക് സുവർണകാലം ഉണ്ടാവുകയുള്ളൂ. ഈ ഗവൺമെൻറ് വന്ന അന്ന് മുതൽ KSRTക്ക് ലഭിച്ച ഒരു ശാപമായിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല. DA കുടിശ്ശിക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 32% DA കുടിശ്ശികയായി. തൊഴിലാളികളിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന തുകകളൊന്നും തന്നെ യഥാസമയ സ്ഥാനങ്ങളിൽ അടയ്ക്കുന്നില്ല. LIC ആയിരുന്നാലും NPF ആയിരുന്നാലും ഒന്നും യഥാസമയം അടയ്ക്കുന്നില്ല. തൊഴിലാളികൾ സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ എടുത്തു. ആ ലോൺ തുകയുടെ EMI അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു, എന്നാലത് അവിടെ അടയ്ക്കില്ല. അപ്പോൾ അടയ്ക്കാതെ വരുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും അവർക്ക് റിക്കവറി വരും. ആ റിക്കവറി നോട്ടീസ് വന്ന് വീട് ജപ്തി ചെയ്ത് പോവുകയാണ് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, UDFൻ്റെ കാലത്ത് 43,000 തൊഴിലാളികളാണ് ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 22,000 43,000 തൊഴിലാളികൾക്ക് ഓരോ മാസവും അതിൻ്റെ അവസാനത്തെ വർക്കിംഗ് ഡേ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാനത്ത് 22,000 തൊഴിലാളികൾക്ക് ഒരു മാസമെങ്കിലും കൃത്യമായി ശമ്പളം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പുതുതായി നിയമനങ്ങളില്ല, പുതുതായി ബസ്സുകൾ വാങ്ങുന്നില്ല. ഇപ്പം നിങ്ങൾക്കറിയില്ലേ, എല്ലാ ബസ്സുകളും 12ഉം 13ഉം വർഷം പഴക്കമുള്ള ബസ്സുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. UDFൻ്റെ കാലത്തൊരു പുതിയ ബസ് വാങ്ങിയാൽ 5 വർഷം മാത്രമേ ദീർഘദൂരം ഓടിക്കുകയുള്ളൂ. ബാക്കി 10 വർഷവും ലോക്കലായിട്ട് ഓർഡിനറി സർവീസുകളായിട്ടാണ് ഓടിക്കുന്നത്. ഇന്നിപ്പോൾ ഓർഡിനറി സർവീസായി ഓടിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ബസ്സുകളാണ് ദീർഘദൂര സർവീസുകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയ ഒരു ബസ് 10 വർഷം പഴക്കമുള്ള ബസ്സാണ്. അതുകൊണ്ടാണ് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റാത്തത്. ബ്രേക്ക് കിട്ടുന്നില്ല. അയാൾ നിലവിളിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറോട് നിലവിളിച്ച് പറയുകയാണ്, ഇതാ ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കഴിയുന്ന പരമാവധി ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ തൊഴിലാളികൾ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. UDFൻ്റെ കാലത്ത് 43,000 തൊഴിലാളികൾ മാത്രവുമല്ല, അന്ന് KSRTCയുടെ ബസ് ചാർജ് കുറച്ച ഒരു കാലഘട്ടമാണ്. ഇന്ന് തൊഴിലാളി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ജീവനക്കാരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഈ കാലയളവിൽ. ഒന്നിനും ഒരു പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ്. മന്ത്രി സമരം ചെയ്യുന്ന TDFനെ അധിക്ഷേപിക്കാനാണ് മന്ത്രി തയ്യാറാകുന്നത്. അധിക്ഷേപങ്ങൾ അവസാനിച്ചുകൊണ്ട് മന്ത്രി യഥാസമയം ശമ്പളം കൊടുക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. മുഖ്യമന്ത്രി 5-ാം തീയതി കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഈ മന്ത്രി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഇനി ജനുവരി മാസം 1-ാം തീയതി ശമ്പളം തന്നിരിക്കും. ജനുവരി മാസം 1 മുതൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിച്ചിരിക്കും. വർഷത്തിൽ തന്നെ ചീറ്റിപ്പോയി. പുതുവർഷത്തെ ഏറ്റവും വലിയ വഞ്ചനയും ചതിയുമാണ് ഈ KSRTC ജീവനക്കാരോട് മന്ത്രി ചെയ്തിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് ഞങ്ങൾ സമരത്തിലേക്ക്. ഞങ്ങൾ എല്ലാ മാസവും സമരത്തിലാണ്. സമരം ചെയ്യാതെ ശമ്പളം കിട്ടുന്നില്ല. 1-ാം തീയതി ശമ്പളം തരുമെന്ന് പറഞ്ഞു, തന്നില്ല. അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ പ്രതിഷേധ മാർച്ചുകൾ നടത്തി. ഇന്നിത് രാപ്പകൽ സമരമാണ്. ഇത് കഴിഞ്ഞിട്ടേ പണിമുടക്കുൾപ്പെടെയുള്ള സമര പരിപാടികളുമാണ് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഈ സ്വിഫ്റ്റ് കമ്പനി KSRTC ലയിപ്പിക്കാത്തതിനുള്ള കാരണം എന്താണ് മനസ്സിലാക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണിതെന്ന്. തങ്ങളുണ്ടാക്കിയ ഒരു സ്ഥാപനം
നല്ല ലാഭത്തിലാണെന്ന് വരുത്തി തീർക്കുക. KSRTC നഷ്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ KSRTC ഇതിപ്പോൾ സ്വകാര്യവൽക്കരിക്കാം. ആ KSRTC സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിഫ്റ്റ് കൊണ്ടുവന്നത്. സ്വിഫ്റ്റ് ഏത് റൂട്ടിലാണ് ഓടുന്നത്? KSRTCക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ദീർഘദൂര സർവീസുകളിലേക്കാണ് സ്വിഫ്റ്റ് ബസ് ഓടുന്നത്. ആ ബസ് KSRTCയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ പോലും KSRTC വാടക കൊടുക്കുകയാണ്. ആ ബസ്സുകൾ KSRTC അങ്ങോട്ട് വാടക കൊടുക്കുകയാണ്. KSRTCയുടെ സ്റ്റാൻഡ്, KSRTCയുടെ മെയിൻ്റനൻസ്, KSRTCയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഫ്യൂൽ അടിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടാണ് ഈ ചെയ്യുന്നത്. തൊഴിലാളി വർഗത്തെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് സ്വിഫ്റ്റ് കമ്പനി ഉണ്ടാക്കിയതിലൂടെ സർക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ തൊഴിലാളികൾക്കാണെങ്കിൽ 750 രൂപയെ കൊടുക്കുകയുള്ളൂ. വേറെ ഒരു ആനുകൂല്യങ്ങളും ഇല്ല. ഈ നിലയിലേക്ക് പോയാൽ എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ബദലിക്കാരെയാണ് ഇപ്പോൾ നിയമിക്കുന്നത്. ഒരു MD ആയിട്ടൊക്കെ ബദലിക്കാരെ വയ്ക്കണം. MD ആയിട്ടും ഡയറക്ടർമാരുമായിട്ടും എന്ത് ബദലിക്കാരെ വയ്ക്കാത്തത്? താൽക്കാലിക അവർക്ക് മറ്റു ആനുകൂല്യം കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഈ പൊതുജനങ്ങളുടെ ജീവൻ വെച്ചാണ് സർക്കാർ പന്താടുന്നത്. പഴയ ബസ്സുകൾ ഓടിച്ച് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുകയാണ്. ഇപ്പോൾ എത്രമാത്രം അപകടങ്ങളാണ് നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പഴക്കം ചെയ്യുന്ന ബസ്സുകൾ കാരണമാണ് ഈ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ KSRTC ലാഭത്തിലാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് പുതിയ ബസ്സുകൾ വാങ്ങാൻ സാധിക്കാത്തതും പെൻഷൻ കറക്റ്റായി? ലാഭത്തിലാവുന്നത് ഇവരുടെ ആരുടെയും കഴിവുകൊണ്ടാണ്. റെക്കോർഡ് വരുമാനം ഉണ്ടാകുന്നത് തൊഴിലാളി അധ്വാനിച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമല സീസണാണ്. ഈ മാസം മാത്രം 272 കോടി രൂപയാണ് വരുമാനം. ഈ കഴിഞ്ഞ മാസം ഒരു 80 കോടി രൂപ പോലും ആവില്ല ശമ്പളം കൊടുക്കാൻ. അപ്പോൾ കൊടുക്കാത്തതാണ്, മനഃപൂർവ്വം കൊടുക്കാത്തതാണ്. ശമ്പളം മനഃപൂർവ്വം കൊടുക്കാത്ത. അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾക്ക് ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും. ഈ 8.5 വർഷക്കാലവും പണിമുടക്ക് നടത്താതെ ഇന്നിവിടെ സമരത്തിന് വന്നിരിക്കുന്നവരെല്ലാ പേരും ഡ്യൂട്ടി ഓഫുള്ളവരാണ്. ഒരു സർവീസ് പോലും മുടക്കാതെയാണ് ഇവരെല്ലാവരും ഇന്ന് സമരത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ പൊതുജനങ്ങളെ പരമാവധി ഈ മാസം സമരം ചെയ്യണമെന്ന് തൊഴിലാളികളുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. പക്ഷെ ശബരിമല സീസൺ പ്രമാണിച്ചിട്ടാണ് നമ്മളിപ്പോൾ സമരത്തിന് രംഗത്ത് നിന്ന് മാറിയത്. തീർച്ചയായും വരുന്ന മാസങ്ങളിൽ പണിമുടക്കം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നമ്മൾ നടത്തും. കുറേ വർഷങ്ങളായി ശമ്പളത്തിന് വേണ്ടിയുള്ള സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ മാസവും ഞങ്ങൾ രാപ്പകൽ സമരം ഇവിടെ ഇങ്ങനെ സംഘടിപ്പിച്ചിരുന്നത്. കാരണം കഴിഞ്ഞ 8.5 വർഷം കൊണ്ടും എല്ലാ മാസവും ശമ്പളത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിൻ്റെയും ചീഫ് ഓഫീസിൻ്റെയും പഠിക്കൽ നിരന്തരമായ സമരമാണ്. പക്ഷെ പുതിയ മന്ത്രി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് കുറേ വാഗ്ദാനങ്ങൾ തന്നത്. ഇപ്പോൾ KSRTCക്ക് പുതിയ വണ്ടി വാങ്ങും, നിങ്ങളുടെ ശമ്പളം സമയബന്ധിതമായി തരും, ശമ്പളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം, അത്തരത്തിലുള്ള കുറേ പ്രസ്താവനകളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ആ സമരം ഒന്ന് തണുപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ചാനലുകളിലൂടെ മാത്രം സുഖിപ്പിക്കുകയും തൊഴിലാളികളെ നേരിട്ട് വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത്. ഒരു രാഷ്ട്രീയ പകപോക്കൽ, ശമ്പളം സമയത്ത് തരാതിരിക്കുക, സമരം നടത്തുന്നവരെ അവഹേളിക്കുക, ആക്ഷേപിക്കുക, KSRTCയിലെ പഴയ വണ്ടികൾ പെയിൻ്റടിച്ച് പുതിയ പേരിലിറക്കി നിരന്തരം ആക്സിഡൻ്റ് ആവുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് KSRTC ശമ്പളം സമയത്ത് കൊടുക്കുക, TA കുടിശ്ശിക അനുവദിക്കുക, ശമ്പളം കൊടുക്കുക, KSRTCക്ക് പുതിയ വണ്ടികൾ വാങ്ങുക, ശമ്പള പരിഷ്കരണ കരാർ ഒപ്പിടുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സമരം. എന്തായാലും KSRTCക്ക് വലിയ ലാഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്ത് വരുമ്പോഴും KSRTC ജീവനക്കാർ ഇപ്പോഴും തെരുവിൽ ശമ്പളം കിട്ടാനായി സമരവുമായി രംഗത്ത് വരേണ്ട സാഹചര്യമാണ് ഉള്ളത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.